നമ്മുടെ ശരീരത്തെയും നാം ശുദ്ധിയാക്കേണ്ടതുണ്ട്. അതാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞത്. ഖുൽ നബിയേ, പറയണേ നബിയേ, അല്ലാഹു വളരെ സ്നേഹത്തോടുകൂടെ തന്റെ അടിയാറുകളെ വിളിക്കുകയാണ്. യാ ഇബാദി, ഓ എന്റെ ദാസന്മാരെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവരവരുടെ ശരീരങ്ങളുടെ മേൽ അതിക്രമം ചെയ്തു പോയവരാണോ, പാപങ്ങളിൽ കുളിച്ചു പോയവരാണോ, തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരായ എന്റെ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാകണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാപങ്ങൾ ചെയ്തു പോയെങ്കിൽ, തിന്മകളിൽ പെട്ടുപോയെങ്കിൽ, ഹറാമുകൾ ഒരുപാട് ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്കുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടെ റബ്ബിലേക്ക് മടങ്ങാൻ നിങ്ങൾ തയ്യാറായാൽ, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല യഗ്ഫിറു ദുനൂബ ജമീഅ, സർവ്വ പാപങ്ങളും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു വല്ലാതെ പൊറുക്കുന്നവനാ, വല്ലാതെ കരുണയുള്ളവൻ.